വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ കുറച്ച് പേപ്പർ എടുത്തിട്ട് ഇതുപോലെ എണ്ണ തേച്ച് ബട്ടർ പേപ്പർ ആക്കൂലേ, ബട്ടർ പേപ്പർ ആക്കി വെച്ചേക്കുവാണ്. അപ്പോൾ ഇത് ഉണങ്ങാൻ ഇത്തിരി സമയം പിടിക്കും. അപ്പോൾ നമ്മൾക്ക് അത്ര സമയം വേണ്ട, നമ്മൾക്ക് ഒരു ഐഡിയ ചെയ്യാം. കമോൺ. ഇതെല്ലാം വാരിപ്പറക്കി ഞാൻ ടേബിളിൽ വെച്ചിട്ട് ഇതൊക്കെ എന്തിനാണെന്നല്ലേ, ആദ്യം ഞാൻ തേപ്പോട്ടി നോക്കി, പിന്നെ തേപ്പോട്ടി കണ്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ ഒരു ഡയറി എടുത്തു. ഈ ഡയറി ഇത് വെച്ച് നമുക്കൊന്ന് ഉണക്കിയെടുത്താലോ. ഗൈസ്, ഈ ഡയറി ഇങ്ങനൊന്ന് തുറക്കുക. ഈ ഡയറി തുറന്നിട്ട് ഒരു പേപ്പർ ഇതിൻ്റെ അകത്തോട്ട് വെക്കുക ഗൈസ്. ഒരു പേപ്പർ ഇതുപോലെ വെച്ചിട്ട് ഇതുപോലെ അടച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഗൈസ്. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇങ്ങനെ വലിച്ചെടുക്കുക. ഇതുപോലെ ഉണ്ടല്ലേ, ഒന്ന് വലിച്ചെടുക്കാം. ഇതുപോലെ ആദ്യം ചെയ്യുമ്പോഴൊന്നും ശരിയായിട്ടുണ്ടാവില്ല. പിന്നെ ഞാൻ ഈ ബട്ടർ പേപ്പർ എന്തിനാണല്ലേ, ഇതിന് തന്നെ ഇങ്ങനെ ഒരു പേപ്പർ ഇതിൻ്റെ ഏതെങ്കിലും പടത്തിന് മേലിൽ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ, പിന്നെ KG ഗ്രൂപ്പിൻ്റെ ഇതിൽ വെച്ചപ്പോൾ ഇത് ട്രേസ് ആക്കിയിട്ട് ഒരു ട്രേസിങ് പേപ്പറാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഗൈസ്, ഞാൻ ഉദ്ദേശിച്ചത് ഒരു ട്രേസിങ് പേപ്പറാണ്. അപ്പോൾ ബാക്കി ഇതുപോലെ ഒന്ന് വലിച്ചെടുക്കുക ഗൈസ്. കമോൺ. ഞാൻ ഒരു പേജിൽ 2 എണ്ണം വെച്ചിട്ടില്ല, ഇടയ്ക്കിടയ്ക്കായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഇത് വലിച്ചെടുക്കാം ഗൈസ്. അപ്പോൾ ഫസ്റ്റത്തെ ഞാൻ വലിച്ചെടുത്തു, ഇതാകണ്ടല്ലേ. അപ്പോൾ ഇത് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം വലിച്ചെടുക്കാം ഗൈസ്. അങ്ങനെ ഗൈസ്, നമ്മളിതെല്ലാം ഇതുപോലെ ഉണക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞാൻ കാണിച്ചിട്ട് ഇപ്പോൾ ഞാൻ ആപ്പിളിൻ്റെ ലോഗോയിലാക്കുന്നത്. ഇതിപ്പോൾ ആയി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ എല്ലാത്തിൽ വെച്ചാലും ഇതുപോലെ ആയി കിട്ടും. പിന്നെ നോട്ട്ബുക്കിൻ്റെ ഫ്രണ്ടിൽ വെച്ചപ്പോഴും ഇത് തന്നെയായിരുന്നു. അപ്പോൾ ഇത് ഇനി ജസ്റ്റ് എല്ലാം കൂടി കൂട്ടി വെക്കണ്ടേ, ഞാൻ അതിനും ഒരു വഴി കാണിച്ചു തരാം ഗൈസ്. കമോൺ. അപ്പോൾ എല്ലാം കൂടി ഞാനെടുത്ത് ഇതുപോലെ ഒന്ന് നേരെ ആക്കി എല്ലാം വെച്ചിട്ടുണ്ട്, അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒരു ടേപ്പ് എടുക്കാം. അപ്പം ഞാൻ എടുത്തേക്കുന്നത് ഈ ടേപ്പാണ്. നിങ്ങളുടെ അടുത്ത് എന്ത് ടേപ്പ് ഉണ്ടെങ്കിലും അത് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ മാസ്കിംഗ് ടേപ്പോ ഉള്ളെങ്കിൽ മാസ്കിംഗ് ടേപ്പ് വെച്ച് ചെയ്യാൻ പറ്റും. ഇനി ജസ്റ്റ് ഈ ഭാഗം ഒന്ന് നമുക്കിങ്ങനെ കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഗൈസ്, ഇതുപോലെ ഈ ടേപ്പ് ഞാനിങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഗൈസ്. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ കീറിയെടുക്കാം. അപ്പോൾ ഇത് ശരിയായിട്ടുണ്ട്. ഓക്കെ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ഇടിച്ചമർത്തണം ഗൈസ്. ടാറ്റാ.